നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 24 ചൊവ്വാഴ്ചയാണ്, കന്നിയെട്ട്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. ഈ മാസം 24-നുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. 2 ദിവസം മുമ്പാണ് ADGP MR അജിത് കുമാർ റിപ്പോർട്ട് DGPക്ക് നൽകിയത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഐബോ ഡ്രോൺ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ സ്പോട്ട് 4 കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ ദൗത്യം ഏകോപിപ്പിക്കും. വനമന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി വകുപ്പിനെതിരെ PV അൻവർ കടുത്ത വിമർശനം ഉന്നയിച്ചതിൽ NCPക്ക് അതൃപ്തി. അൻവർ മുന്നണി മര്യാദ പോലും പാലിച്ചില്ല. AK ശശീന്ദ്രൻ LDF-ലെ മുതിർന്ന രാഷ്ട്രീയ നേതാവാണെന്നത് ഓർക്കണമായിരുന്നുവെന്നും NCPയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന്. മുഖ്യമന്ത്രി രാജിവെക്കുക, തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. പ്രതിഷേധ കൂട്ടായ്മയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മട്ടന്നൂരിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ MP നിർവഹിക്കും. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി കുടുംബം. ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന മകൾ ആശയുമായി സംസാരിച്ച് രമ്യതയിലെത്തിക്കാനാണ് കുടുംബത്തിന്റെ നീക്കം. പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കാതെ വിഷയം ഒത്തുതീർപ്പാക്കാൻ CPIM ജില്ലാ നേതൃത്വവും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് നടൻ സിദ്ദീഖ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് സിദ്ദീഖിന്റെ ആവശ്യം. അഡ്വക്കേറ്റ് B രാമൻപിള്ള മുഖേനയാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ചക്രവാത ചുഴി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ജമ്മുകശ്മീരിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. മധ്യ കശ്മീരിലെ ബദ്ഗാം, ശ്രീനഗർ, ഗന്ദർബാൽ, ജമ്മു മേഖലയിലെ പൂഞ്ച്, രജൌരി ജില്ലകളിലായി 26 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സുസ്ഥിര വികസനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനായെന്നും UN ജനറൽ അസംബ്ലിയിൽ മോദി പറഞ്ഞു. സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചറിലാണ് പ്രതികരണം. ലെബനനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണ പരമ്പരയിൽ മരണം 492. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ 1000-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ തുടരുകയും കേസുകൾ കോടതിയിൽ തീർപ്പാവാതെ നീളുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ പ്രതിസന്ധിയിൽ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർമാർ അടുത്ത മാസം പടിയിറങ്ങുന്നതോടെ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം VC-മാരില്ലാതെയാകും. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന കേസ് നിർണായകം. നോക്കാം ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളം പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർന്നതോടെ ജനങ്ങൾ ദുരിതത്തിലായി. സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. കാൽനട യാത്ര പോലും ദുഷ്കരമെന്ന് പരാതി. റോഡുകൾ നന്നാക്കണമെന്ന ആവശ്യമുയർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് ആക്ഷേപം. കിളിമാനൂർ പുഴകളിൽ മാലിന്യം ഒഴുക്കുന്നത് പതിവാകുന്നു. ജലസ്രോതസ്സുകളിൽ മാലിന്യം കലർന്നതുമൂലം മലയോര മേഖല പകർച്ചവ്യാധി ഭീഷണിയിലാണ്. അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ചിറയൻകീഴ് വക്കം പണിയൽക്കടവ് പാലം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. പാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം അണപൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം OS അംബിക MLA-യുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ പൊതുമരാമത്ത് ഓഫീസ് ഉപരോധിച്ചിരുന്നു. തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ് സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. ലേണേഴ്സ് ലൈസൻസ് പുതുക്കൽ, ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള അപേക്ഷ, ലൈസൻസിലെ വിലാസം, പേര്, ഫോട്ടോ, ജനനത്തീയതി മാറ്റൽ തുടങ്ങി 11 സേവനങ്ങളാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രഖ്യാപിച്ച 93 കോടി രൂപയുടെ പദ്ധതി വർഷങ്ങളായിട്ടും നടപ്പായില്ല. പദ്ധതി നടപ്പാക്കാൻ ഭൂമി ലഭ്യമല്ലെന്നും ഇത് ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണെന്നും ടൂറിസം അധികൃതർ. കോഴിക്കോട് ഉള്ളിയേരിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഉള്ളിയേരി സ്വദേശി ആദർശാണ് മരിച്ചത്. അപകടം ബൈക്ക് ഓട്ടോയിലിടിച്ച്.
ക്ഷേത്ര കലാകാരന്മാരുടെ സംഘടനയായ കേരള ക്ഷേത്രകലാ സംഘം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വെച്ച് നടന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റായി ഡോക്ടർ ദിനേശ് കർത്തിയെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കലാശ്രീ കലാമണ്ഡലം വാസുദേവനെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കർത്ത അധ്യക്ഷനായ യോഗം തൃപ്പങ്ങോട് പരമേശ്വര മരാർ ഉദ്ഘാടനം ചെയ്തു. ലെറ്റ് സ്കൂൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രസംഗ സാക്ഷരതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. എഴുത്തുകാരൻ PK പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു. പ്രസംഗ പരിശീലകനും ലെറ്റ്സ് ഡയറക്ടറുമായ ജുനൈദ് കൈപ്പാണി, AK അജയൻ എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതിലോല മേഖല കരട് വിജ്ഞാപനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കോഴിക്കോട് MP MK രാഘവൻ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്നും ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി പുതിയ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നും MK രാഘവൻ MP. ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ പഞ്ചഗുസ്തി മത്സരത്തിൽ വെള്ളി മെഡലുകൾ നേടിയ പോലീസ് ഉദ്യോഗസ്ഥരായ KS വൈശാഖ്, AN സനീഷ് എന്നിവരെ എറണാകുളം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന അനുമോദിച്ചു. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ വൈശാഖ് 60 കിലോ കാറ്റഗറിയിലും സനീഷ് 85 കിലോ കാറ്റഗറിയിലുമാണ് നേട്ടം സ്വന്തമാക്കിയത്. സർക്കാർ പ്ലാൻ ഫണ്ടിൽ അനുവദിച്ച 3.6 കോടി രൂപ ഉപയോഗിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച 10 കിടക്കകളുള്ള ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 5 ഡയാലിസിസ് മെഷീനുകളാണ് പ്രവർത്തനം തുടങ്ങിയത്. കൊല്ലം തിരുമുല്ലവാരം തുണ്ടിൽ ജംഗ്ഷൻ മുതൽ സർപ്പക്കുഴി വരെ പോകുന്ന കോൺക്രീറ്റ് റോഡിലെ സ്ലാബുകൾ തകർന്ന അവസ്ഥയിൽ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന സ്ലാബ് അറ്റകുറ്റപ്പണി നടത്താനോ റോഡ് പുനർനിർമ്മാണം നടത്താനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് നാട്ടുകാർ. പമ്പ ജലസേചന പദ്ധതിയുടെ കനാലുകളും വശങ്ങളും കാട് കയറി നശിക്കുന്നു. കാട് നിറഞ്ഞതോടെ കനാലിൽ മാലിന്യം തള്ളുന്നതും പതിവ്. പ്രദേശവാസികൾ ദുരിതത്തിൽ. പത്തനാപുരം ഡിപ്പോയോട് KSRTC അധികൃതർക്ക് അവഗണനയെന്ന് നാട്ടുകാർ. മലയോര പാതയിലൂടെ കൂടുതൽ KSRTC സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവലിൽ വിജയികൾക്കുള്ള പുരസ്കാര വിതരണം ചലച്ചിത്ര താരം രമ്യ പണിക്കർ നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ അധ്യക്ഷനായി. രാഹുൽ ശശിധരൻ സംവിധാനം ചെയ്ത രാജകുമാരിയാണ് മികച്ച ചിത്രം. നാടകരചയിതാവും സംസ്ഥാന അവാർഡ് ജേതാവുമായ KC ജോർജ് അന്തരിച്ചു. അന്ത്യം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ. രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കൊച്ചിയിൽ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരന് അസഭ്യവർഷം. പട്ടിമറ്റം ബെവ്കോയിലാണ് സംഭവം. പോലീസ് ഡ്രൈവർ ഗോപി മദ്യം മോഷ്ടിച്ച് പുറത്തേക്ക് ഓടുകയായിരുന്നു. പന്തൽ ട്രേഡ് ഫെയർ അസോസിയേറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗുണാക്കേവ് മെഗാ ഓണം ട്രേഡ് ഫെയറിൽ വൻ ജനത്തിരക്ക്. എറണാകുളം മറൈൻ ഡ്രൈവ് മൈതാനിയിൽ ആരംഭിച്ച ഫെയറിൽ കൊടൈക്കനാലിലെ ഗുണാക്കേവിലേക്ക് പോകുന്ന പടിയിടുക്കിന്റെ മാതൃകയിലാണ് പ്രവേശന കവാടം ഒരുക്കിയിട്ടുള്ളത്. 150 രൂപയുടെ ലവ് ബോട്ട്സ് മുതൽ ലക്ഷങ്ങൾ വിലയുള്ള മെക്കാവ് വരെ ഫെയറിൽ കാഴ്ചക്കാരെ കാത്തിരിക്കുന്നുണ്ട്. 150-ലേറെ സ്റ്റാളുകളാണ് മേളയിലുള്ളത്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ചാലക്കുടി കുറ്റിക്കാട് നിരാലംബരായ വൃദ്ധമാതാപിതാക്കളെ സൗജന്യമായി പരിപാലിക്കുന്ന പെനുവേൽ ഫൗണ്ടേഷന്റെ 5ാം വാർഷികം ആഘോഷിച്ചു. കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഫൗണ്ടേഷൻ സ്ഥാപകനും ചെയർമാനുമായ ബാബു ചെറിയാൻ, മുൻ ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുത്തു. കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം 17 മുതൽ 19 വരെ കൊച്ചിയിൽ നടക്കും. എറണാകുളം കലൂർ AJ ഹാളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകൾ, ട്രേഡ് യൂണിയൻ സമ്മേളനം, വിമൻ കോൺക്ലേവ്, ഫുട്ബോൾ, ക്രിക്കറ്റ് ടൂർണമെന്റുകൾ എന്നിവ സംഘടിപ്പിക്കും. സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം സംസ്ഥാന പ്രസിഡന്റ് MV വിനീത സംസ്ഥാന വൈസ് പ്രസിഡന്റ് സീമ മോഹൻലാലിന് നൽകി നിർവഹിച്ചു. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. ആൽത്തറ മേട്ടുക്കട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുകയും പഴയ ബ്രാഞ്ച് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം മുടങ്ങുന്നത്. രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെയാണ് ജലവിതരണം മുടങ്ങുക. ചെങ്ങന്നൂർ നഗരസഭയുടെ അർബൻ ജനകീയാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഫാർമസിസ്റ്റിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 27-ന്
നഗരസഭാ ഓഫീസിൽ നടക്കും. പിറവം രാമമംഗലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവ്. അഭിമുഖം ഈ മാസം 28-ന്. കേരള വനിതാ കമ്മീഷൻ ഇടുക്കി ജില്ലാ അദാലത്ത് നാളെ. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ രാവിലെ 10-ന് അദാലത്ത് ആരംഭിക്കും. തിരുവനന്തപുരം LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി അടുത്ത മാസം 5. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം നവംബർ 8-ന് രാവിലെ 11 മണിക്ക്. തിരുവനന്തപുരം മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എഴുത്തു പരീക്ഷയും അഭിമുഖവും ഈ മാസം 25-ന് കോളേജിൽ നടക്കും. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് നിയമനം. അഭിമുഖം നാളെ. ദേശീയ വാർത്തകൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശങ്ങൾക്കെതിരെ ബംഗ്ലാദേശ്. ജാർഖണ്ഡ് സന്ദർശനത്തിനിടെ അമിത്ഷാ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ബംഗ്ലാദേശ് രംഗത്ത് വന്നത്. പരാമർശങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കുറിപ്പ് ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർക്ക് കൈമാറി. ഡൽഹി സർവകലാശാലയിലെ ഖൽസ കോളേജിൽ 2 വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടി. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ കേസെടുത്ത് പോലീസ്. രേണുകാസ്വാമി വധക്കേസിൽ നടൻ ദർശന്റെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 27-ലേക്ക് മാറ്റി. കേസിലെ മറ്റ് 2 പ്രതികളുടെ ജാമ്യം കോടതി അനുവദിച്ചു. 17 പ്രതികൾക്കെതിരെയാണ് ഈ മാസം ആദ്യം ബംഗളൂരു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. രാജസ്ഥാൻ സർക്കാരിനെ വിമർശിച്ച് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ജയ്പൂരിലെ ഗാന്ധി വാദിക മ്യൂസിയം തുറക്കുന്നത് വൈകിപ്പിച്ചതിനെയാണ് അതിരൂക്ഷമായി വിമർശിച്ച അശോക് ഗെഹ്ലോട്ട് രംഗത്തെത്തിയത്. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ 127 വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ജലജീവൻ മിഷനെ ഉയർത്തിക്കാട്ടി ജനങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കുക മാത്രമല്ല ജലജന്യ രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായി മുഖ്യമന്ത്രി. മഹാരാഷ്ട്രയിലെ അബുജ്മത് വനത്തിൽ സുരക്ഷാ സേനയും നക്സലുകളും തമ്മിൽ ഏറ്റുമുട്ടി. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ്. സോണിയാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ BJP MP കങ്കണ റണൌട്ട് മാപ്പ് പറയണമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി വിക്രമാദിത്യ സിംഗ്. വിദ്യാഭ്യാസമില്ലാത്തവർ പോലും കങ്കണയെപ്പോലെ സംസാരിക്കില്ല എന്ന് വിക്രമാദിത്യ സിംഗ്. ജാർഖണ്ഡ് സർക്കാർ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ആധാർ കാർഡ് നൽകുന്നു എന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ജാർഖണ്ഡിലെ ആദിവാസി സമൂഹത്തിന്റെ ജനസംഖ്യ കുറയുന്നു. ഇവരുടെ ക്ഷേമത്തിനായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും നഡ്ഡ. ബദൽപൂരിലെ ഏറ്റുമുട്ടൽ കൊലയെ ന്യായീകരിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. പോലീസിനെതിരെ പ്രതി വെടിയുതിർത്തപ്പോഴാണ് തിരിച്ചു വെടിവെക്കേണ്ടി വന്നതെന്ന് ഷിൻഡെ. ലവ് ജിഹാദിലൂടെ ജാർഖണ്ഡിൽ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുവെന്ന പരാമർശവുമായി BJP MP അനുരാഗ് താക്കൂർ. ലവ് ജിഹാദ് സംസ്ഥാനത്ത് വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ഹരിയാന മുഖ്യമന്ത്രി ലവ് ജിഹാദിനെ പിന്തുണയ്ക്കുന്നതായും അനുരാഗ് താക്കൂർ ആരോപിച്ചു. രാജ്യാന്തര വാർത്തകൾ. ഗസയ്ക്ക് കൂടുതൽ മാനുഷിക സഹായം പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. മാനുഷിക സഹായമായി $10 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഗിനിയയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് പാക്കേജിംഗിന്റെയും ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണം നിരോധിച്ചു. ഗിനിയൻ പ്രസിഡന്റ് പുറപ്പെടുവിച്ച ഉത്തരവ് മലിനീകരണവും പാരിസ്ഥിതിക അപകടങ്ങളും നേരിടുക എന്ന ലക്ഷ്യത്തോടെ. പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിനെ നിയമിച്ച് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ്. പുതിയ മന്ത്രിസഭയിൽ വിദേശകാര്യം, ധനം, വൈദ്യുതി തുടങ്ങിയ സുപ്രധാന മന്ത്രാലയങ്ങളിൽ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടം ശക്തമാക്കുമെന്ന് മാലി പ്രസിഡന്റ് അസിമി ഗോയ്റ്റ. രാജ്യത്തിന്റെ 64-ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൈനിക പരേഡിന് ശേഷമാണ് ഗോയ്റ്റ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനിൽ ഭൂചലനം 5.2 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തിൽ 28 പേർക്ക് പരിക്ക്. പ്രഭവ കേന്ദ്രം ഇറാനിയൻ പ്രവിശ്യയായ ബോജ്നൂർദ് കൗണ്ടി. ചൈനയും നേപ്പാളും ചോങ്കിങ്ങിൽ സംയുക്ത സൈനിക പരിശീലനം ആരംഭിച്ചു. സംയുക്ത സൈനിക പരിശീലനം തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ചോങ്കിങ് മുനിസിപ്പാലിറ്റിയിൽ. പരിശീലനം അടുത്ത മാസം 1 വരെ നീണ്ടു നിൽക്കും. ദ്വിദിന പണിമുടക്കുമായി ഫിലിപ്പൈൻസിലെ ജീപ്നി ഡ്രൈവർമാർ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ജീപ്നികൾ തെരുവിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സർക്കാരിന്റെ പദ്ധതിയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്.
കാഠ്മണ്ഡുവിൽ അന്താരാഷ്ട്ര ചൂതാട്ട റാക്കറ്റ് പിടിയിൽ 4 ചൈനീസ് പൗരന്മാരടക്കം 7 പേർ അറസ്റ്റിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ്. പാകിസ്ഥാനിൽ വിദേശ നയതന്ത്രജ്ഞരുടെ വാഹനവ്യൂഹത്തിന് നേരെ ബോംബാക്രമണം. ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലെ വിനോദസഞ്ചാര മേഖലയിലാണ് ആക്രമണം നടന്നത്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. കാന്താരി മുളകിന് വില കിലോഗ്രാമിന് 600 രൂപ കടന്നു. 3 മാസം മുമ്പ് കാന്താരിയുടെ വില 1000 രൂപ കവിഞ്ഞിരുന്നു. UAE-യിൽ ചിപ്പ് നിർമ്മാണ ഫാക്ടറിയിൽ സ്ഥാപിക്കാൻ TSMC-യും സാംസങ്ങും ആഗോള ചിപ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചിപ്പിന്റെ വില കുറയ്ക്കുകയുമാണ് ലക്ഷ്യം. വാട്സാപ്പിൽ അനാവശ്യമായെത്തുന്ന സന്ദേശങ്ങളെ തടയാൻ പുതിയ ഫീച്ചർ പുറത്തിറക്കി മെറ്റ. സെറ്റിംഗ്സിൽ പ്രൈവസി അഡ്വാൻസ്ഡ്, ബാക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുത്താൽ ഫീച്ചർ ഉപയോഗിക്കാം. ഇന്ത്യൻ സ്റ്റീൽ കമ്പനികൾക്ക് ചൈനീസ് പ്രഹരം. കുറഞ്ഞ നിരക്കിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിച്ചതും ആഭ്യന്തര ഡിമാൻഡ് കുറഞ്ഞതും ഇന്ത്യൻ സ്റ്റീൽ നിർമ്മാതാക്കൾക്ക് കടുത്ത വെല്ലുവിളിയാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. വിനോദസഞ്ചാര മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടവുമായി സൗദി അറേബ്യ രേഖപ്പെടുത്തിയത് അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണത്തിൽ 73% വർധന. ഈ വർഷം ആദ്യ 7 മാസങ്ങളിൽ 17.5 ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികളെയാണ് രാജ്യത്തെത്തിക്കുകയെന്ന് കണക്കുകൾ. ചൊവ്വയിലേക്ക് ആദ്യ സ്റ്റാർഷിപ്പുമായി മസ്ക്. എക്സിലെ പോസ്റ്റിലൂടെയായിരുന്നു മസ്കിന്റെ വെളിപ്പെടുത്തൽ. അടുത്ത എർത്ത് മാർസ് ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ ആളില്ലാ സ്റ്റാർഷിപ്പ് വിക്ഷേപിക്കുമെന്നാണ് മസ്കിന്റെ പ്രഖ്യാപനം. ഇന്ത്യൻ റിഫൈനറികൾ പാം ഓയിൽ ഇറക്കുമതി റദ്ദാക്കി. ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ ഡെലിവറി നൽകിയ ഓർഡറുകളാണ് റദ്ദാക്കിയത്. 250 കിലോമീറ്റർ വേഗതയിൽ ഇന്ത്യയുടെ സ്വന്തം ബുള്ളറ്റ് ട്രെയിൻ ഒരുങ്ങുന്നു. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് പദ്ധതിക്കായി 2 ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള കരാർ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന് ലഭിച്ചു. ന്യൂസിലാൻഡിലേക്കുള്ള അനധികൃത നഴ്സിംഗ് റിക്രൂട്ട്മെന്റുകൾ പെരുകിയതോടെ മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ആധികാരികത ഉറപ്പാക്കാൻ ഉദ്യോഗാർത്ഥികൾ മൈഗ്രേറ്റ് പോർട്ടൽ സന്ദർശിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നോക്കാമിനി കായിക വാർത്തകൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിന്ന് കാലിക്കറ്റ് FC തൃശൂർ മാജിക് FC പോരാട്ടം. രാത്രി 7:30 കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റുമായി കാലിക്കറ്റ് ലീഗിൽ 1-ാം സ്ഥാനത്താണ്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് ഇന്ന് മത്സരമുണ്ട്. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അലാവസ് ആണ് എതിരാളികൾ. 6 മത്സരങ്ങളിൽ 14 പോയിന്റുമായി ബാഴ്സലോണയ്ക്ക് പിന്നിൽ നിലവിൽ 2-ാമതാണ് റയൽ മാഡ്രിഡ്. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും ഇന്നിറങ്ങും. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ വാറ്റ്ഫോർഡാണ്. ചെൽസി ബാരോയെയും നേരിടും. 2 മത്സരങ്ങളും രാത്രി 12:15. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കനത്ത തിരിച്ചടി. മധ്യനിര താരം റോഡ്രിക്ക് പരിക്ക് മൂലം ഈ സീസണിൽ കളിക്കില്ല. ആഴ്സണലിനെതിരായ മത്സരത്തിനിടയിലാണ് റോഡ്രിക്ക് പരിക്കേറ്റത്. iPhone 16 Pro Max സ്വന്തമാക്കി മമ്മൂട്ടി. ഐഫോണുകളിൽ ഏറ്റവും വില കൂടുതലുള്ള ഫോണുകളിലൊന്നാണ് iPhone 16 Pro Max. മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ എപ്പോഴും ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. വീണ്ടും അത്തരമൊരു ചിത്രവുമായി എത്തിയിരിക്കുകയാണ് മെഗാസ്റ്റാർ. നോക്കാമിനി ഫാക്ട് ചെക്ക്. LPG സിലിണ്ടറുകളുടെ ഏജൻസി ഡീലർഷിപ്പ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പുറത്തിറക്കിയ അനുമതി കത്ത് എന്ന രീതിയിലാണ് പ്രചാരണം. HP ഗ്യാസിന്റെ ലോഗോ അടക്കമുള്ള കത്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. പ്രചരിക്കുന്ന അനുമതി കത്ത് വ്യാജമാണെന്ന് സ്ഥിരീകരിച്ച് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് രംഗത്ത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ജപ്പാനിൽ കനത്ത മഴയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 6ആയി. 10 പേരെ കാണാനില്ല. ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ ജപ്പാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ഉഷ്ണതരംഗത്തെ തുടർന്ന് അസമിലെ കാംറൂപ്പിലെ സ്കൂളുകൾക്ക് ഈ ആഴ്ച അവധി. സ്വകാര്യ സ്കൂളുകൾക്കും അവധി ബാധകമാണ്. പ്രദേശത്ത് കടുത്ത ഉഷ്ണതരംഗം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ജപ്പാനിലെ ഇസു ദ്വീപുകളിൽ ഭൂചലനം 5.9 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ്. പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ അസം മാലിക്കിനെ പുതിയ ISI മേധാവിയായി നിയമിച്ചു. ഈ മാസം 30-ന് കമാൻഡിന്റെ ചുമതല ഏറ്റെടുക്കും.
ലെബനനിലെ വ്യോമാക്രമണത്തിൽ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുള്ള മിസൈലുകൾ തകർത്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ സങ്കീർണമായ ദിവസങ്ങളെ അഭിമുഖീകരിക്കുകയാണെന്ന് നെതന്യാഹു. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പ്രതികൂല കാലാവസ്ഥയിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് സഹായവുമായി യൂറോപ്യൻ യൂണിയൻ. ബൾഗേറിയ, ജർമ്മനി, എസ്തോണിയ, ഇറ്റലി എന്നിവിടങ്ങളിൽ 120 മില്യൺ യൂറോ സാമ്പത്തിക സഹായം നൽകും. അധികാരികളുടെ അഭ്യർത്ഥന പ്രകാരം ഉപഭോക്തൃ ഡാറ്റ വെളിപ്പെടുത്തൽ നടപടികളിലേക്ക് ടെലഗ്രാം. നിയമവിരുദ്ധമായ സാധനങ്ങൾ വിൽക്കാൻ ചില ഉപയോക്താക്കൾ ടെലഗ്രാമിന്റെ സെർച്ച് എഞ്ചിൻ ദുരുപയോഗം ചെയ്യുന്നതായും ടെലഗ്രാഫ് സിഇഒ പാവൽ ദുറോവ് ചൂണ്ടിക്കാട്ടി. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.